കർത്താവിൻ്റെ അത്താഴം. കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 23 വാക്യം. തിരുവത്താഴ ശുശ്രൂഷ സ്ഥാപിതമായത് ഒരു രാത്രിയിലായിരുന്നു. തന്നെ ഒറ്റിക്കൊടുത്ത രാത്രിയിൽ യേശു അപ്പമെടുത്ത് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു എന്ന് വിശുദ്ധ പൗലോസ് ഊന്നി പറഞ്ഞിരിക്കുന്നു. നുറുക്കിയപ്പോൾ ആ കഷ്ണങ്ങൾ വർദ്ധിച്ചു. ആന്തരികമായി അതിൻ്റെ വർധനയെ നമ്മൾ കാണാൻ ശ്രമിക്കണം. താൻ മാത്രം അപ്പം കഴിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ ശക്തി തനിക്ക് മാത്രം ലഭിക്കുമായിരുന്നു. എന്നാൽ അത് മുറിച്ച് പങ്കിട്ടപ്പോൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്കും ആ ശക്തി പ്രവേശിക്കുകയാണ്. ഒരു സംഭവകഥ ഇങ്ങനെയാകുന്നു. തണുപ്പുള്ള അർദ്ധരാത്രിയിൽ കാറ് ബ്രേക്ക് ഡൗൺ ആയപ്പോൾ ഒരാൾ അടുത്തുള്ള ഒരു ചെറിയ ഹോട്ടലിൽ അഭയം നേടി. നോ റൂം എന്ന ബോർഡ് കണ്ടു. എന്നാൽ വഴിയാത്രക്കാരൻ്റെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കിയ ഹോട്ടൽ മാനേജർ സുഖസൗകര്യങ്ങളോടുകൂടി ഒരു മുറി കൊടുത്തു. പ്രഭാതമായി ബിൽ കൊടുക്കുവാൻ അയാൾ ആവശ്യപ്പെട്ടു. എന്നാൽ മാനേജർ മറുപടി പറഞ്ഞു, ആ മുറി സൗജന്യം, വാടക ഈടാക്കുകയില്ല, അത് മാനേജറുടെ മുറിയാണ്. അപ്പോൾ നിങ്ങൾ എവിടെ ഉറങ്ങി? മാനേജർ പറഞ്ഞു, ഈ കസേരയിൽ തന്നെ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു ആ ഹോട്ടൽ മാനേജർക്ക് ഒരു ഡിന്നർ സൽക്കാരത്തിന് ക്ഷണം കിട്ടി. അമേരിക്കയിലെ കൊടീശ്വരന്മാരിൽ പ്രമുഖനായ ഓസ്ട്രിയ പ്രഭു ആണ് ക്ഷണക്കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ആ മനുഷ്യൻ വീണ്ടും വീണ്ടും ക്ഷണക്കത്തിൽ നോക്കി. തനിക്ക് വിശ്വാസം വന്നില്ല. എങ്കിലും ഡിന്നർ സൽക്കാരത്തിന് ന്യൂയോർക്കിലേക്ക് പോയി. സൽക്കാരമധ്യേ ഓസ്ട്രിയ പ്രഭു അവിടെ കൂടിയിരുന്ന സ്നേഹിതന്മാരോട് ഇപ്രകാരം പറഞ്ഞു, ഒരു രാത്രി എനിക്ക് സൗജന്യമായ സ്വന്തം മുറി തന്ന ഈ മനുഷ്യന് 5000 മുറികളുള്ള ഈ മഹാസൗധം ഞാൻ സമ്മാനമായി കൊടുക്കുന്നു. ഇതു പറഞ്ഞ് ഒരു താക്കോൽ അദ്ദേഹത്തിന് സമ്മാനിച്ചു. അത് ന്യൂയോർക്ക് നഗരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഏറ്റവും വലിയ ഹോട്ടലുകളിൽ ഒന്നായ വാർഡ് ഓഫ് ഓസ്ട്രിയ എന്ന ഹോട്ടലിൻ്റെതായിരുന്നു. ഇവിടെ നമുക്ക് പങ്കിടലിൻ്റെ ശക്തി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അത് അനന്തമാണ്. യേശു അടയാളമായി അപ്പം നുറുക്കിയപ്പോൾ യേശു തന്നെ ഒരു കുദാശയായി മാറി. കർത്താവിൻ്റെ അത്താഴം സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ ആത്മിക ശക്തിയുടെ കേന്ദ്രമാണ്. അത് സേവനത്തിൻ്റെ ഉറവിടമാണ്. ആരാധനയുടെ കേന്ദ്രമാണ്. നമ്മുടെ ജീവൻ്റെ മന്നയാണ്. അത് അനുഭവിക്കുമ്പോൾ യേശുവിനെ തന്നെയാണ് നാം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ.